വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു കുൽച്ചയുടെ റെസിപ്പിയാണ്. നമുക്കത് എങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ആലു പനീർ കുൽച്ച വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഓൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൂടാതെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ ആലു പനീർ കുൽച്ച. പൊട്ടറ്റോവും പനീറും കൂടി ചേർത്ത സ്റ്റഫ്ഡ് പറാട്ട എന്ന് നമുക്ക് വിളിക്കാം. ഇത് നോർമലായിട്ട് ഉണ്ടാക്കിയതല്ല കേട്ടോ. ഈ ഉണ്ടാക്കിയതിന് വേണ്ട പ്രത്യേകത, നിങ്ങളുടെ വീടുകളിലൊക്കെ കുക്കർ ഉണ്ടാവില്ലേ, അതുപയോഗിച്ചാണ് ഇന്ന് ഈ കുൽച്ച റെഡിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു തന്തൂരി സ്റ്റൈലിൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഉണ്ടാക്കി കഴിഞ്ഞാൽ. കണ്ടില്ലേ, ഇങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു കുൽച്ചയ്ക്കുള്ള ബാറ്ററാണ് റെഡിയാക്കേണ്ടത്. ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദയാണ് കേട്ടോ ഇടുന്നത്. ഇന്ന് ഞാൻ ഒറിജിനലായിട്ട് മൈദ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് മൈദ ഒന്ന് സോഫ്റ്റ് ആവാനൊക്കെ ആയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. മൈദ ഇടുമ്പോൾ എപ്പോഴും ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ കേട്ടോ. ദഹിക്കാനും കുറച്ച് ഈസി ആയിരിക്കും. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതിനെ ഇനി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കണം കേട്ടോ. ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര, പൊടിച്ച പഞ്ചസാര എന്നല്ല, നോർമൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ കൈകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ആ പഞ്ചസാരയും ഉപ്പും എല്ലാ സ്ഥലത്തേക്കും ഒന്ന് യോജിച്ചോട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴയ്ക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഭയങ്കര ടൈറ്റായിട്ടൊന്നും കുഴക്കേണ്ട. പിന്നെ മൈദ ആയതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് കുഴച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫീല് വരും. ഭയങ്കര ടൈറ്റായിട്ടൊന്നും കുൽച്ചയ്ക്ക് കുഴക്കേണ്ട ആവശ്യമില്ല. കയ്യിലൊക്കെ ഇത്തിരി ഒട്ടുന്ന മാതിരിയൊക്കെ തോന്നുമെങ്കിലും അത് നമുക്ക് ഓയിലൊക്കെ തേച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആവും കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 10 ഗ്രാം ബട്ടർ റോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം നമുക്ക്. ആ ബട്ടറിനെ ഇനി ഇതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ബട്ടർ കുറച്ച് നേരത്തെ പുറത്തെടുത്ത് വെച്ചുകൊണ്ട് തന്നെ അത് കുറച്ച് മെൽട്ടായിട്ടുണ്ട്. ഈസി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ബട്ടർ. ഇപ്പം ഇതെല്ലാം കുഴച്ച് എല്ലാം ബട്ടറൊക്കെ എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതെല്ലാം അതിലേക്ക് ആവുകയും ചെയ്യും, ഇത് സോഫ്റ്റ് ആവുകയും ചെയ്യും. അതിനെ ഒന്ന് മുകളിൽ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്ത് മാവിനെ ഒന്നൊരു അരമണിക്കൂറോളം നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ, അടച്ചിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് പോയി ഫില്ലിങ് റെഡിയാക്കാം. ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നെയ്യ് ഒന്ന് നന്നായി ചൂടായി വരട്ടെ. നെയ്യ് ചൂടായി വരുമ്പോൾ ഒരു 2 ടീസ്പൂണോളം ഗാർലിക് ഇട്ട് കൊടുക്കാം നമുക്ക്. 2 ടീസ്പൂണോളം ജിഞ്ചറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജീരകം വേണമെന്നുള്ളവർക്ക് ആദ്യം ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി 1 കപ്പ് ഒനിയൻ ചെറുതായി അരിഞ്ഞാണ്. ഇതെല്ലാം ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ആക്കാം. ഇത് ഒരിക്കലും ഗോൾഡൻ കളർ ആവണമെന്നില്ല, പക്ഷെ നന്നായി ഒന്ന് സോഫ്റ്റ് ആവണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ സോഫ്റ്റ് ആവുമല്ലോ. അപ്പം ഇതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മസാലകൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് എരിവൊക്കെ ഉണ്ടാവണം, അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂണോളം ചാറ്റ് മസാല. ആംചൂർ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ആംചൂറും കൂടി നിങ്ങൾക്ക് ഇടാം കേട്ടോ. ചെറിയൊരു പുളി വേണമെന്നുണ്ടെങ്കിൽ. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 കപ്പ് വേവിച്ച പൊട്ടറ്റോ ആണ് ഇട്ട് കൊടുത്തത്. ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ. 1 കപ്പ് പനീറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പനീറിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഇതിലൊരു 250 ഗ്രാം പനീർ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പുളി വേണമെന്നുള്ളവർക്ക് കുറച്ച് ആംചൂർ ഇടാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ ഞാൻ പുളി അധികം ഇട്ടിട്ടില്ല കേട്ടോ. ഈ ടേസ്റ്റാണ് എനിക്കിഷ്ടമായിട്ട് തോന്നിയത്. അതിനെ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചതാ നല്ലോണം ഒരു പിടിയോളം ഞാൻ എടുത്തിട്ട് നമ്മുടെ കസൂരി മേത്തിയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനെയും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മേത്തിയുടെയൊക്കെ മണം നല്ലവണ്ണം വരും. നല്ലൊരു ടേസ്റ്റിൽ, നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ഉണ്ടാവും. കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിൽ പൊതുവേ ഈ കുൽച്ചയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ.
അപ്പോൾ ഇനി അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ട് ഇനി ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഫില്ല് ചെയ്തിട്ട് നമുക്ക് കുളിച്ചുണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ലവണ്ണം കട്ട മുഴുവൻ ഉടയണം കേട്ടോ. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞു. അതെല്ലാം തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇപ്പം നമ്മുടെ മാവ് ഒട്ടും തന്നെ ഒട്ടുന്നൊന്നുമില്ല, പെർഫെക്റ്റ് ആണ്. ഇനി ഇതിനെ എടുത്തിട്ടൊന്ന് നമുക്ക് കുറച്ചൊരു ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതും അല്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിക്കുമുണ്ട് പ്രത്യേകത. വെറുതെ ദോശക്കല്ലിൽ വെച്ചിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഒരു ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിനെ ഒരുപാട് തിന്നായി പരത്തരുത് കേട്ടോ. കുൽച്ചയ്ക്കുള്ളത് ഒരുപാട് തിന്നായി പരത്തരുത്. ഒരുപാട് തിക്കുമല്ല ഒരുപാട് തിന്നും അല്ലാത്ത രീതിയിൽ നമ്മളിതാ ഈ ഒരു സൈസിൽ ചെറിയ രീതിയിൽ തന്നെയാണ്. ഇനി അതിനെ ഒന്ന് ഫില്ല് ചെയ്യുക. വേണമെന്നുള്ളവർക്ക് ഉരുട്ടിയിട്ട് വെക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ഉരുട്ടണമൊന്നുമില്ല, കുറച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ നമുക്കതിനെ കറക്റ്റായി എല്ലാ സ്ഥലവും ഫോൾഡ് ചെയ്ത് മടക്കിയിട്ടുണ്ട്. ഇനി അതിനെ കറക്റ്റാക്കിയിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ അമർത്താം. ഞാൻ പക്ഷേ ഇതിനെ ഒന്ന് ജസ്റ്റ് റോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ തിക്നെസ്സിലാവുമ്പോൾ നമുക്ക് റോൾ ചെയ്യാൻ കിട്ടുള്ളൂ. ഒരുപാട് തിന്നായിട്ട് റോൾ ചെയ്യേണ്ട ആവശ്യമില്ല. കുൽച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് ഞാനതിനെയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം നമുക്ക്. മല്ലിയില നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ചില ആൾക്കാർക്ക് ഗാർലിക് ഇഷ്ടമായിരിക്കും, ഗാർലിക് വെക്കാം. ഞാൻ കുറച്ച് നമ്മുടെ എള്ളും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേമാതിരി ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. കറുത്ത എള്ളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഈ കുൽച്ചയിൽ കാണുന്ന തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പം നമ്മുടെ കുൽച്ചയുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ്ങോടുകൂടി എല്ലാം റെഡി. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതുണ്ടാക്കുന്നതിന് മുമ്പ് പ്രത്യേകത, നമ്മളൊരു പ്രഷർ കുക്കർ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം എണ്ണ, ഒരുപാട് എണ്ണ പാടില്ല. എണ്ണ ഒരുപാടായാൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് എണ്ണ തേച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി നമ്മുടെ ഈ കുൽച്ച എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് വെള്ളം കൊണ്ട് തേച്ച് കൊടുക്കണം. നോർമൽ വെള്ളം എടുത്ത് നന്നായി എല്ലാ സ്ഥലത്തും തേക്കണം കേട്ടോ. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിനിങ്ങനെ അടിയിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കുക. അതിൽ കറക്റ്റായിട്ട് ഇരിക്കണം. കുക്കറിന് വരെ നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ തവ ഉണ്ടെങ്കിലും അതിലും ഇതേമാതിരി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ അങ്ങനത്തെ തവയില്ല. മറിച്ച് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഇതൊരു മിനിറ്റോളം ഇങ്ങനെ വെക്കുക. ഒരു മിനിറ്റിൽ കൂടുതൽ വെക്കരുത്. ഫുൾ കുക്കാവാൻ നോക്കരുത് കേട്ടോ. ഇനിയാണ് നമ്മുടെ കറക്റ്റായിട്ട് കുൽച്ച റെഡി ആവാൻ പോകുന്നത്. നമുക്കിനി കുക്കറിനെ നേരെ കമത്തിയിട്ട് ഇങ്ങനെ വെക്കാം. ഒരു 5 മിനിറ്റോളം എടുക്കും. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇത്രയൊക്കെ സ്ട്രെയിൻ ഉണ്ടോയെന്നൊക്കെ തോന്നുമെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മിക്കവാറും നമ്മുടെ വീടുകളിലൊക്കെ അധികം ആവശ്യമില്ലാത്ത കുക്കറുകളൊക്കെ ഉണ്ടാവും. അപ്പോഴും ഇങ്ങനെ ചെയ്യാം. ഇത് കണ്ടോ, നല്ല ചേഞ്ചായി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വാങ്ങിയെടുക്കാം. നമുക്ക് ഇതിലൊരു കാര്യം കുക്കറിൽ വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈ പൊള്ളാതെ നോക്കണം കേട്ടോ. അപ്പോൾ അതാ പെർഫെക്റ്റ് ആയിട്ട് ആലു പനീർ കുൽച്ച റെഡായി വന്നിട്ടുണ്ട്. സൂപ്പറായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്താൽ ഇതിപ്പോൾ കഴിക്കുന്ന വഴിയറില്ല, അത്രയും സൂപ്പർ സോഫ്റ്റാണ്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ആലു പനീർ കുൽച്ച റെഡി. ഈ കുൽച്ചയുടെ കൂടെ ഒരു കറിയും ആവശ്യമില്ല കേട്ടോ. അത്രയും ടേസ്റ്റിയാണ് ഇത് നമ്മൾ വെറുതെ ഒരു റായത്തിനും കുക്കുംബർ റായത്തിയും അച്ചാറും കൂടിയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കുക്കറിൽ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു കുൽച്ച ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.